വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുന്നതിനും ഒപ്പം സംശയങ്ങൾ ദൂരീകരിച്ചു തരുന്നതിനുമൊക്കെയായി പ്രമുഖ വാസ്തു ജ്യോതിഷ ആചാര്യൻ ശ്രീ ഡെന്നിസ് ജോയാണ് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തെ വളരെ സ്നേഹാദരങ്ങളോടെ നമുക്ക് ഇന്നത്തെ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് ഏറെ പ്രിയമുള്ള ഡെന്നിസ് ജോയ് സർ, ഞാൻ 10 സെൻറ്റ് സ്ഥലത്തൊരു വീട് പണിയാൻ തുടങ്ങി. ഇപ്പോൾ വീട് പണി പൂർത്തിയാക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. ആ വസ്തു ഞാൻ വിലയ്ക്ക് വാങ്ങിയതാണ്. വാങ്ങിയപ്പോൾ മുതൽ ബിസിനസ്സിൽ ഓരോ പ്രശ്നങ്ങൾ തുടങ്ങി സർ. ഇപ്പോൾ സാമ്പത്തികമായും മാനസികമായും ആകെ പ്രയാസത്തിലുമാണ്. ഞാൻ കുറേ ജ്യോത്സ്യന്മാരെ കാണിച്ചു. അപ്പോൾ വസ്തുവിന് ദോഷമുണ്ട് എന്നാണ് അവരൊക്കെ പറയുന്നത്. എന്തെങ്കിലും പരിഹാരം ചെയ്യാൻ സാധിക്കുമോ? ഈ ഒരു വീട് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ നമ്മൾ പ്രശ്നം വെച്ച് നോക്കുന്ന സമയത്ത് ശരിക്കും ഇതിനകത്ത് പാതാള സർപ്പം കുടികൊള്ളുന്ന ഭൂമിയായിട്ടാണ് അത് കാണുന്നത്. അപ്പം ഏതെങ്കിലും ഒരു കർമ്മിയെ കൊണ്ട് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ഇവർ ആദ്യം ചെയ്യിപ്പിക്കണം. അതുപോലെ ചെറിയ ചെതൽപ്പുറ്റ് പോലൊക്കെയുള്ള ഭൂമിയാവാം, ചിലപ്പോൾ ഇവർ വീട് വെച്ചിരിക്കുന്നത് അതിൻ്റെ പുറത്തൊക്കെ ആവാം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ ഓൾറെഡി ഇവർക്കുണ്ട്. അപ്പം അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ഏതെങ്കിലും ഒരു കർമ്മിയെ കൊണ്ട് ചെയ്യിപ്പിച്ചെങ്കിൽ ഇതിനൊരു ശാന്തത കൈവരികയുള്ളൂ. അതുപോലെ ഇതിനടുത്ത് ഒരു ആരാധനാലയം ഉള്ളതായിട്ടാണ് കാണുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളാവാം ചിലപ്പോൾ ഇത്. അപ്പം ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യിപ്പിക്കണം. അതുപോലെ ചെറിയ വരത്തുപോക്കിൻ്റെ പ്രശ്നങ്ങളായിട്ട് കാണുന്നുണ്ട്. അതുപോലെ യക്ഷിയുടെയൊക്കെ സാന്നിധ്യം ഉള്ള ഭൂമിയായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ ഇതിനകത്ത് വെച്ചാരാധനയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാവാം. അപ്പോൾ അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ഇവരതിലൊരു കർമ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അതുപോലെ ഇവരുടെ മെയിൻ വാതിലിൽ വെച്ചിരിക്കുന്ന ഭാഗത്തായിട്ട് ഒരു ജനൽ കൂടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനർജി സർക്കുലേഷൻ കറക്റ്റായിട്ട് പോകുന്നതിന് കാരണമായി തീരും. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഇവർ ഓർക്കുക. കാരണം വെച്ചാൽ രണ്ടാമത്തെ കാര്യം വെച്ചാൽ മെയിൻ വാതിലിൻ്റെ സ്ഥാനം മദ്യം വിട്ട് വടക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥാപിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ എനർജി ഉണ്ടാകുന്നതിനും അതുപോലെ കുറച്ചുകൂടി പോസിറ്റീവ് എനർജി ആ വീടിനകത്ത് കടന്നു വരുന്നതിനും അതുപോലെ സൗഭാഗ്യങ്ങളും സാമ്പത്തിക ഉന്നതിയൊക്കെ ഉണ്ടാകുന്നതിന് അത് കാരണമായി തീരാതെ. കാരണം വെച്ചാൽ നമുക്കൊരു വീടെടുക്കുമ്പം അതിൻ്റെ മെയിൻ വാതിലിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം വെച്ചാൽ മെയിൻ വാതിൽ കൃത്യമായിട്ടുള്ള സ്ഥാനത്തല്ല എന്നുണ്ടെങ്കിൽ അതിനകത്തൂടെ കടന്നു വരുന്ന ആ ഊർജ്ജവും പോസിറ്റീവ് ആവണമെന്നില്ല. അപ്പം നിലവിൽ ഇവരുടെ മെയിൻ വാതിലിൻ്റെ സ്ഥാനം തെറ്റാണ്. അപ്പോൾ ആ ഒരു സ്ഥാനത്തേക്ക് ആ മെയിൻ വാതിൽ വരുമ്പം കൂടുതൽ ഗുണഫലങ്ങൾ അവർക്ക് അതുകൊണ്ട് കിട്ടും. അതുപോലെ മൂന്നാമത്തെ ഒരു വിഷയം വെച്ചാൽ ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇവർ ബെഡ്റൂം തന്നെ ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനെ നമ്മൾ മൊത്തത്തിലുള്ള അളവ് നോക്കുമ്പം ഇതിൻ്റെ ഈ ബെഡ്റൂമിനോട് ചേർന്നുള്ള ടോയ്ലറ്റ് വരുമ്പോഴും അത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തോട് തന്നെ ചേർന്നതായിട്ടാണ് കാണുന്നത്. അപ്പം ഇവർക്ക് പൊളിച്ചു പണിയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് ചെറിയ ആ ടോയ്ലറ്റിൻ്റെ തറയുടെ ഹൈറ്റ് മറ്റു തറ ലെവലിനേക്കാൾ കുറച്ച് കൂട്ടി കൊടുക്കുകയാണ് കുറച്ച് നല്ലതാണ്. അതുപോലെ തൽക്കാലത്തേക്ക് ഇവർക്ക് അതിനകത്ത് നെഗറ്റീവ് ഊർജ്ജമൊക്കെ പിടിച്ചെടുക്കാനായിട്ട് ചെറിയ കല്ലുപ്പ് വെക്കുന്നത് നല്ലതാണ്. അതുപോലെ തെക്ക് ഭാഗത്തായിട്ടാണ് ഇതിനകത്ത് കിച്ചൺ ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം വെച്ചാൽ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് കാർ പോർച്ചാണ് നിൽക്കുന്നത്. കാരണം തെക്ക് കിഴക്ക് ഭാഗത്ത് കാർ പോർച്ച് വന്നപ്പം അത് കഴിഞ്ഞ ശേഷമാണ് ഇവർ കിച്ചൺ കൊടുത്തിരിക്കുന്നത്. അപ്പം നിലവിൽ ഈ പ്ലാൻ നമ്മൾ മൊത്തം നോക്കുമ്പം ഇതിൻ്റെ തെക്ക് ഭാഗത്തായിട്ടാണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത്. തെക്ക് ഭാഗത്ത് കിച്ചൺ അത്ര നല്ലതല്ല. ഇവരെന്തെങ്കിലും ഒരു ആൾട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഈ തെക്ക് കിഴക്ക് ഭാഗത്തുള്ള കാർ പോർച്ച് ഇവർ കിച്ചണായിട്ട് യൂസ് ചെയ്യുക. അതുപോലെ കാർ പോർച്ച് നിലവിലുള്ള കാർ പോർച്ച് ഇതിൻ്റെ ഈസ്റ്റ് ഭാഗത്തേക്ക് 2 തൂണ് മാത്രം കൊടുത്തിട്ട് സെപ്പറേറ്റ് ആക്കി ഇളക്കി എടുക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു കാർ പോർച്ച് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ നിലവിലുള്ള ചുറ്റളവ് 78 സെൻറ്റിമീറ്റർ കൂടി ഇവർ കൂട്ടിയെടുത്തെങ്കിൽ മാത്രമേ ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ചുറ്റളവിലേക്ക് വരികയുള്ളൂ. ഇത്രയും വിഷയങ്ങളാണ് ഇതിനകത്ത് വാസ്തുവുമായിട്ടും സ്ഥലവുമായിട്ടും ബന്ധപ്പെട്ട് കാണുന്നത്. ഇതിനകത്ത് സ്ഥലത്തിന് നല്ല ദോഷങ്ങൾ കാണുന്നുണ്ട്. അതിന് വേണ്ടുന്ന പ്രതിവിധി ഇവർ ചെയ്യണം. അതുപോലെ വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് മെയിൻ വിഷയങ്ങളായിട്ട് കാണുന്നുള്ളൂ. ഈ ഒരു കാര്യങ്ങൾ കൂടി ഇവർ ക്ലിയർ ചെയ്യുമ്പോൾ വസ്തുവുമായിട്ടും ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ പൂർണ്ണമായും മാറിക്കിട്ടും. അപ്പം ഇത് ചെയ്യുമ്പോൾ ഇവർക്ക് എന്തായാലും അതിൻ്റെ ഒരു മാറ്റം ഇവർക്ക് ഫീൽ ചെയ്യും. ഇത് എത്രയും പെട്ടെന്ന് ചെയ്യുക. അപ്പോൾ മറ്റു കാര്യങ്ങളൊന്നും ഇതിനകത്ത് എനിക്ക് പറയാനില്ല. ഈ ഒരു കാര്യങ്ങൾ കറക്ഷൻ ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ട് ഈ വിഷയങ്ങൾ മാറിക്കിട്ടും. ഇപ്പോൾ ഒരു വസ്തു ടോക്കൺ കൊടുക്കുമ്പോൾ തന്നെ നമുക്കത് നോക്കിയിട്ട് കൊടുക്കാൻ പറ്റില്ലേ? തീർച്ചയായും. കാരണം വെച്ചാലേ നമ്മളൊരു വീട് വെക്കാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ആ ഒരു വീട് നിൽക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ആ വീട് നമ്മൾ എവിടെയാണോ വെക്കേണ്ടത് ആ ഒരു സ്ഥലം നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ജ്യോത്സ്യനെ സമീപിച്ച ശേഷം അല്ലെങ്കിൽ പ്രശ്നം വെക്കുന്ന ഒരാളെ സമീപിച്ച ശേഷം ആ വസ്തുവിന് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്ന് ഇവർ ഉറപ്പ് വരുത്തുന്നത്. കാരണം വെച്ചാൽ ദോഷങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പ്രതിവിധി എന്താ ചെയ്യാൻ പറ്റുക എന്ന് ചോദിക്കുക. അതല്ല നല്ല ദോഷമാണ്, അത് മാറ്റാൻ പറ്റാത്ത പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ആ ഒരു വസ്തു എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം വെച്ചാൽ ഓരോ വസ്തുക്കൾ എടുക്കുമ്പോഴും ചിലപ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ കാണാം. കാരണം വെച്ചാൽ ഇതൊക്കെ പുതിയ ഒരു 10-100 വർഷം മുമ്പുള്ള കാര്യങ്ങളൊന്നും അല്ല. എത്രയോ ഈ ഭൂമി ഉണ്ടായ കാലം തൊട്ടുള്ള വസ്തുക്കൾ തന്നെയാണത്. കാലക്രമേണ ചിലപ്പോൾ ഇതിനകത്ത് പല കാര്യങ്ങളും ചിലപ്പോൾ പലതും മറന്നു പോയിട്ടുണ്ടാവാം. അപ്പം നിലവിൽ എന്തെങ്കിലും ദോഷങ്ങൾ നമ്മൾ എടുക്കുമ്പം അതിനകത്ത് കണ്ടാൽ അതിന് പരിഹാരം ഉണ്ടോ എന്ന് നോക്കുക. ഒരു പരിഹാരവും ഇല്ലാത്ത ഭൂമിയാണെങ്കിൽ അത് ഒഴിവ് ചെയ്യുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. കാരണം വെച്ചാൽ
പലപ്പോഴും എന്നെ വിളിക്കുമ്പം വാസ്തുവൊക്കെ നോക്കി ചെയ്താണ്, എന്നിട്ട് ഞങ്ങൾക്ക് എഴുന്നേറ്റമില്ല എന്ന് പറഞ്ഞിട്ട് പലരും എന്നെ വിളിക്കാറുണ്ട്. ചിലപ്പോൾ അതിനകത്ത് ചെന്ന് നോക്കുന്ന സമയത്ത് വസ്തുവിനായിരിക്കാം കൂടുതൽ ദോഷമായിട്ട് കാണുന്നത്. ചിലപ്പോൾ വാസ്തു സംബന്ധമായിട്ടുള്ള തകരാറും കാണാം. പക്ഷേ നമുക്ക് അനുഭവിക്കുന്ന വിഷയങ്ങൾ എന്താണ് എന്നുള്ളത് കണ്ടുപിടിച്ച ശേഷം അതിന് വേണ്ടുന്ന പ്രതിവിധി അവർ ചെയ്ത് കഴിയുമ്പം ആ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. അപ്പം വാസ്തുവിൻ്റെയോ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെയോ വിഷയങ്ങൾ വന്നു എന്ന് വെച്ചിട്ട് ഇവർ ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ അത് പൂർണ്ണമായിട്ടും മാറിക്കിട്ടുകയും ചെയ്യും. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്ന് നമ്മൾ അറിയാതെ കിടക്കുമ്പോൾ എപ്പോഴും നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും അത് സക്സസ് ആയി പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം പലപ്പോഴും ജാതകത്തിൽ നല്ല സമയമാണ്, എന്നിട്ട് ഞങ്ങൾക്കൊന്നും അനുഭവത്തിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ് വിളിക്കുന്ന ആൾക്കാരുണ്ട്. മക്കളുടെ കല്യാണമായാലെങ്കിലും ചില ജോലിയുടെ വിഷയങ്ങളാണെന്നുണ്ടെങ്കിലും അതുപോലെ ഫാമിലി പ്രോബ്ലംസ് ആണെന്നുണ്ടെങ്കിലും ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് പലപ്പോഴും വാസ്തുവിൻ്റെയോ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെയോ ഒക്കെ ആണെന്നുള്ള ധാരണ പലർക്കും വരുന്നത്. അപ്പോൾ നമ്മൾ മുൻകൂട്ടി ഈ ഒരു കാര്യങ്ങൾ കണ്ടുപിടിച്ച് ഇതിന് പരിഹാരം ചെയ്യുകയാണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഇവരെ ബാധിക്കത്തില്ല. വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് മറുപടി ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങളും സംശയ ദൂരീകരണവും ഉറപ്പുവരുത്താവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് ഞങ്ങൾക്ക് എഴുതി അറിയിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ ദേവാമൃതം, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ദേവാമൃതത്തിൻ്റെ മനോഹരമായ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു പുതുമ നിറഞ്ഞ അധ്യായവുമായി വീണ്ടും കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയോടെ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. മറക്കുന്നു നാം ഇന്നു നമ്മളെ തന്നെ, വേദാന്തമില്ലാത്ത നാൾ വഴിയിൽ അറിവിൻ്റെ ആ ദിവ്യപ്രഭയായി ചൊരിയുന്നു ഗുരുവരുളാകുന്ന ദേവാമൃതം. ഗുരുവരുളാകുന്ന ദേവാമൃതം.